അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിലും ആഗോള ഊർജ വിപണിയിലും നിർണായകമായ സ്വാധീനമുള്ള ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുകയാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ സാധ്യമായേക്കാവുന്ന ഏതൊരു അന്തിമ കരാറിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നികുതിയോ മറ്റ് ചാർജുകളോ ഈടാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതീവ കർശനമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അമേരിക്കയുടെ പിന്തുണയുള്ള ഒരു കരാറിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന റൂബിയോയുടെ പ്രഖ്യാപനം ഈ മേഖലയിൽ US ഉയർത്തുന്ന കടുത്ത പ്രതിരോധത്തിന്റെ തെളിവാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിൽ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകാനും ശത്രുക്കൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകാനുമായി റൂബിയോ ആരംഭിച്ച ഗൾഫ് നയതന്ത്ര പര്യടനത്തിന്റെ തുടക്കത്തിലാണ് ഈ സുപ്രധാന പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 1/3 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽ മാർഗത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന വാദമാണ് ഇറാൻ എക്കാലത്തും ഉയർത്തുന്നത്. US-ഉമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നയതന്ത്ര വിജയം നേടിയെന്ന ഭാവത്തിൽ ഇറാൻ നീങ്ങുന്നതിനിടയിലാണ് മാർക്കോ റൂബിയോയുടെ ഈ കടുത്ത നിലപാട് വരുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ലോകത്തെ പല രാജ്യങ്ങൾക്കും തടസ്സമില്ലാതെ കപ്പൽ കടത്തിവിടുവാനുള്ള അവകാശം ഇവിടെയുണ്ട്. ഈ നിയമസാധുതയെ മുൻനിർത്തിയാണ് അമേരിക്ക ഇറാന്റെ അവകാശവാദങ്ങളെ പ്രതിരോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ടോളോ ചാർജുകളോ ഈടാക്കാൻ ഇറാനെ അനുവദിക്കുന്നത് അന്താരാഷ്ട്ര കടൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാക്കുമെന്ന് റൂബിയോ ചൂണ്ടിക്കാണിക്കുന്നു. മാർക്കോ റൂബിയോയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഗൾഫ് മേഖലയിലെ US-ന്റെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം പകരുന്നതാണ്. ഇറാന്റെ സൈനികവും നയതന്ത്രപരവുമായ ഭീഷണികൾക്ക് മുൻപിൽ അമേരിക്ക തങ്ങളെ കൈവിടില്ലെന്ന ഉറപ്പാണ് ഈ പ്രസ്താവനയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുന്നതിനൊപ്പം എണ്ണ വിതരണ ശൃംഖലകൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതിരിക്കാൻ അമേരിക്കൻ സൈനിക സാന്നിധ്യം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന സൂചനയും റൂബിയോ നൽകുന്നുണ്ട്. അമേരിക്കയിൽ അടുത്തിടെ ഉണ്ടായ ഭരണമാറ്റവും നയപരമായ പുനർചിന്തനങ്ങളും ഇറാന്റെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും തീവ്ര നിലപാടുകാരനായ നയതന്ത്രജ്ഞനായി അറിയപ്പെടുന്ന മാർക്കോ റൂബിയോ ഇറാന്റെ കാര്യത്തിൽ മൃദു സമീപനം ഉണ്ടാക്കില്ലെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായി ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോഴും അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ ഈ ചുവപ്പ് രേഖ ഇറാന്റെ വരാനിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഉപരോധങ്ങൾ മൂലം ശ്വാസം മുട്ടുന്ന ഇറാൻ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പുതിയൊരു വരുമാന മാർഗം കണ്ടെത്താനോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനോ ഉള്ള ശ്രമത്തിലായിരുന്നു. തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് മറുപടിയായി കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണി ഇറാൻ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഈ നയതന്ത്ര തർക്കം ആഗോള ഊർജ വിപണിയെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും വലിയ ആശങ്കയാണുള്ളത്. ഹോർമുസിലെ നേരിയ തോതിലുള്ള അനിശ്ചിതത്വം പോലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ അമേരിക്കയുടെ ഈ കർശന നിലപാടിനെ ആഗോള കപ്പൽ ഗതാഗത മേഖലയും വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ അവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് റൂബിയോയുടെ ഈ സന്ദർശനം നടക്കുന്നത്. ഇറാൻ സ്പോൺസർ ചെയ്യുന്ന വിവിധ സായുധ ഗ്രൂപ്പുകൾ ചെങ്കടലിലും ഒമാൻ ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഈ മേഖലയിലെ സമുദ്ര സുരക്ഷയെ നേരത്തെ തന്നെ അപകടത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ മേധാവിത്വ ശ്രമങ്ങളെ തുടക്കത്തിലെ നുള്ളിക്കളയേണ്ടത് അമേരിക്കയുടെ അനിവാര്യതയായി മാറിയിട്ടുണ്ട്. റൂബിയോയുടെ ഈ കർശന നിലപാട് കേവലം ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് വരാനിരിക്കുന്ന US നയതന്ത്രത്തിന്റെ കൃത്യമായ ദിശാസൂചനയാണ്. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ അയവും ഇറാൻ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. ഏതൊരു അന്തിമ കരാറിലും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇറാൻ പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരും. മേഖലയിലെ പ്രമുഖ ശക്തികളായ ചൈനയുടെയും റഷ്യയുടെയും നിലപാടുകളും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളിയായ ചൈനയ്ക്ക് തങ്ങളുടെ എണ്ണ ഇറക്കുമതി സുരക്ഷയുമായി നടക്കാൻ ഹോർമുസ് ശാന്തമായിരിക്കേണ്ടത് അനിവാര്യമാണ്.
അമേരിക്കയുടെ കടുത്ത നിലപാട് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുമോ എന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട്. മാർക്കോ റൂബിയോയുടെ ഈ ഗൾഫ് പര്യടനം കേവലം ചർച്ചകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അമേരിക്കയുടെ ശക്തമായി തിരിച്ചുവരവ് പ്രഖ്യാപിക്കാനുള്ള വേദിയാണ്. മുൻകാലങ്ങളിൽ അമേരിക്കൻ നയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ റൂബിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഡിറ്റൻസ് അഥവാ പ്രതിരോധ തടസ്സം ശക്തമായി നിലനിർത്തുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഹോർമുസ് കടലിടുക്കിലെ ജലാശയങ്ങളെ കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ്. റൂബിയോ വരച്ച ചുവപ്പ് രേഖ ലംഘിക്കാൻ ഇറാൻ മുതിർന്നാൽ അത് വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് വരെ വഴിമാറിയേക്കാം. എന്നാൽ നയതന്ത്രത്തിന്റെ പാതയിലൂടെ ഇറാന്റെ അനാവശ്യമായ അവകാശവാദങ്ങളെ ഒതുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്ക. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉയർന്ന തലത്തിലുള്ള ചർച്ചകളിൽ ഈ വിഷയം എത്രത്തോളം നിർണായകമാകുമെന്നാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.